വഅലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, അള്ളാഹു ശപിച്ചിരിക്കുന്ന 6 വിഭാഗം ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന സ്വഭാവങ്ങളിൽ 6 സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ സ്വഭാവത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. കാരണം അള്ളാഹു ശപിച്ചിരിക്കുന്ന ഈ വിഭാഗം ആളുകൾക്ക് ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ നമ്മുടെ കൂട്ടുകാരിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മൾ അറിയുന്ന ആളുകളോ നമ്മുടെ അയൽവാസികളോ ഉണ്ട് എങ്കിൽ അവരിൽ നിന്ന് വിട്ടുനിൽക്കലും നിർബന്ധമാണ്. അവരോടൊരു കാരണവശാലും സഹവസിക്കാൻ പാടില്ല. കാരണം അള്ളാഹു ശപിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളും ഒരു പക്ഷേ ശപിച്ച ആളുകളിൽ പെട്ടുപോയേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ വെറുപ്പിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അർറശ്വതു വഖതറുഹാ, കൈക്കൂലി വാങ്ങുന്ന ആളുകൾ, കൈക്കൂലി കൊടുക്കുന്ന ആളുകൾ. എന്താണ് കൈക്കൂലി? ഏൽപ്പിച്ച ജോലി, ആ ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ വേണ്ടി മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങുന്നതിനെയാണ് കൈക്കൂലി വാങ്ങുക എന്ന് പറയുന്നത്. ഈ കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായിട്ടും വിലക്കിയിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്, ലഅനല്ലാഹു റാശിയ വൽ മുർതശിയ. കൈക്കൂലി വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആരെങ്കിലും നമ്മെ ഏൽപ്പിച്ച ഒരു ജോലി, ആ ജോലിയിൽ കാണിക്കുന്ന വഞ്ചന, ആ വഞ്ചനയിൽ ഉണ്ടാക്കുന്ന ലാഭം, ആ വഞ്ചന ചെയ്യാൻ വേണ്ടി മറ്റൊരാളിൽ നിന്ന് പണം വാങ്ങുക, ആ വഞ്ചന ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരാൾക്ക് പണം കൊടുക്കുക, ഇത്തരം ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ കൈക്കൂലി നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഒരു നാട്ടിൽ ഒരു ഗവൺമെന്റ് റണ്ണ് ചെയ്യുന്നുണ്ട്. ഈ ഗവൺമെന്റ് ജോലിക്കാരനായ ഒരാൾ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രജകളിൽ നിന്ന്, അണികളിൽ നിന്ന് പണം വാങ്ങിക്കഴിഞ്ഞാൽ പണമുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. സാധാരണക്കാരായ ആളുകൾ പെരുവഴിയിലായി പോകും. ഇതിനെ എതിർക്കാൻ വേണ്ടി പരിശുദ്ധ ഇസ്ലാം പാടെ നിരോധിച്ച ഒരു കാര്യമാണ് കൈക്കൂലി വാങ്ങുക എന്നത്. ഇനി രണ്ടാമത്തെ കാര്യം റിബ, പലിശ വാങ്ങുകയും കൊടുക്കുകയും അതുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലഅനല്ലാഹു അകില റിബാ, പലിശ തിന്നുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വമുകിലഹു വകാതിബഹു വശാഹിദൈഹി, പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവർ, പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നവൻ, അതിനു വേണ്ടി ജോലി ചെയ്യുന്നവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുന്നു. അവർക്ക് പൈസ ഉണ്ടെങ്കിൽ ആ പൈസയിൽ അവർക്ക് സന്തോഷിക്കാൻ കണ്ടെത്താൻ കഴിയൂല. അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല, അവരുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല. കാരണം പരിശുദ്ധ ഇസ്ലാം വിലക്കിയ കാര്യം തൊഴിലാക്കിയ ആളുകളാണ് അവർ. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കണം. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പറയുന്നതല്ല, ഇത് റസൂലുള്ള പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന് നമുക്ക് പലിശ എന്നൊരു വിഷയമല്ലാതെയും മാറിയിട്ടുണ്ട്. പലിശ കൊടുക്കുകയും വാങ്ങുകയും അതുമായി ജീവിതം നയിക്കുകയും ചെയ്യുന്ന അനേകം ആളുകൾ ഒരുപക്ഷെ അറിയാതെ ചെയ്യുന്നതായിരിക്കാം. എന്നാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയ പരീക്ഷണത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ ഖതീഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ. ഇതിപ്പോൾ പറയേണ്ട ഒരു കാര്യമില്ല, കാരണം അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലെ ആളുകളും ശപിക്കപ്പെട്ടവരായി മാറും. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജ്യേഷ്ഠനും അനുജനും മാതാപിതാക്കളും കുടുംബങ്ങളും അയൽവാസികളും ഒക്കെ വലിയ തർക്കത്തിലും പ്രശ്നങ്ങളിലുമാണ്. ചെറിയ കാര്യങ്ങൾക്കാണ് തർക്കിക്കുന്നത്.
ചെറിയ കാര്യങ്ങൾക്കാണ് പിണങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധം ചേർക്കുന്നതിന് പകരം എന്തെങ്കിലും കാരണം കിട്ടിയാൽ ആ ബന്ധം മുറിക്കാമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ കുടുംബ ബന്ധം അവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ, കുടുംബ ബന്ധം മുറിയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹു അവനെ ശപിച്ചിരിക്കുന്നു. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ബറക്കത്തില്ല. നല്ല പൈസ ഉണ്ടായപ്പോൾ പിന്നെ ജ്യേഷ്ഠനും അനുജനെയൊന്നും വേണ്ട, മാതാപിതാക്കളെ വേണ്ട, പിന്നെ സ്വന്തം കാര്യമായി. അപ്പോഴാണ് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ വലിയൊരു മാരകമായ രോഗം വരുന്നത്, മരുന്നുകൊണ്ട് ഭേദമാകാത്ത രോഗം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കരുതുന്നതല്ല നമ്മുടെ ജീവിതം. നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിവുള്ള ഒരാളുമല്ല നമ്മളാരും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിനയമുള്ള ഒരു അടിമയായി കുടുംബബന്ധം ചേർക്കുന്നവരിൽ ഉൾപ്പെടുക. അള്ളാഹുവിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി നാലാമത്തെ കാര്യം, അത്തശബ്ബുഹു ബിൽ ജിൻസി അൽ മുഖാലിഫി വഹുക്മുഹു. എന്താണ്? വിപരീത ലിംഗത്തെ അനുകരിക്കലും അവരുടെ വസ്ത്രവും അവരുടെ സ്വഭാവമൊക്കെ ഏറ്റെടുത്ത് ആണ് പെണ്ണാവുന്നു, പെണ്ണ് ആണാവുന്നു. ഇത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് ഞാനല്ല പറയുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹുൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ. പുരുഷന്മാര് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്നത്, അവരുടെ രൂപത്തിൽ നടക്കുന്നത്, അവരുടെ പോലെ മേക്കപ്പ് ചെയ്യുന്നത്, അവരുടെ എല്ലാ സ്വഭാവങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു പുരുഷൻ പെണ്ണായി മാറുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ. സ്ത്രീയാണ്, പക്ഷെ അവൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ച് പുരുഷന്മാരെ പോലെയാണ് അവൾ നടക്കുന്നത്. ഇന്ന് അത്തരം ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞാടുകയാണ്. അവരുടെ ആ ജീവിത ശൈലി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി സംഘടനകളും മറ്റു പ്രവർത്തികളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അള്ളാഹു നൽകിയ ശരീരത്തെ കീറിമുറിച്ച് മറ്റൊരു ജെൻഡറാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ റസൂലുള്ളാഹി പറയാണ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമുണ്ടാകാൻ പോകുന്നില്ല, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാകാൻ പോകുന്നില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിലൂടെ അവർ അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി അഞ്ചാമത്തെ വിഭാഗം, തഗ്യീറു ഖൽഖില്ലാഹി ലിൽ ഹുസ്ൻ. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ രൂപത്തിൽ മാറ്റം വരുത്തുന്ന ആളുകൾ അല്ലേ? ഇന്ന് എത്ര തരം ശാസ്ത്രക്രിയകളാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശരീരത്തിൻ്റെ രൂപത്തിൽ, ഘടനയിൽ മാറ്റം വരുത്തുക. പല രൂപത്തിൽ, ചുണ്ട് വലിപ്പം വെപ്പിക്കുന്ന ശാസ്ത്രക്രിയ, കണ്ണിന് രൂപം മാറ്റുന്ന ശാസ്ത്രക്രിയ, പുരികം വടിച്ചു കളഞ്ഞുകൊണ്ട് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്ന ശാസ്ത്രക്രിയ. ഇങ്ങനെ അള്ളാഹു നൽകിയ രൂപത്തിൽ മാറ്റം വരുത്തി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര തരം ശാസ്ത്രക്രിയകളാണ്! ഹോസ്പിറ്റലുകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് ഇത്തരം ആളുകളെ കണ്ടെത്തി അവരാവശ്യപ്പെടുന്ന രൂപത്തിൽ ഇങ്ങനെ ആയാലേ നിനക്ക് ഭംഗിയുള്ളൂ, ഇതാണ് ഭംഗി എന്ന് പറഞ്ഞ് അവർക്കിടയിൽ പറഞ്ഞു പരത്തി നിറത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചുമൊക്കെ സൗന്ദര്യം ഇന്നതാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ പോക്കറ്റിലുള്ള പണം വാങ്ങാനുള്ള ചില മെഡിക്കൽ ഫീൽഡിലെ മാഫിയകളുടെ കളികൾ മാത്രമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ആറാമത്തെ വിഭാഗം, അൽ ഖംറു വമാ യതഅല്ലഖു ബിഹാ. മദ്യവുമായി ബന്ധപ്പെടുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലഅനല്ലാഹുൽ ഖംറ വശാരിബഹാ. മദ്യത്തെയും മദ്യം കഴിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. മദ്യവുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് കച്ചവടം ചെയ്യുന്നവൻ, മദ്യമുണ്ടാക്കുന്നവൻ, അത് വിളമ്പുന്നവൻ, അത് പിഴിയുന്നവൻ, അതുമായി ബന്ധപ്പെടുന്നവൻ, അതിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നവൻ, ഇത്തരം ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇനി അള്ളാഹിൻ്റെ ശാപം കിട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ല ചോദ്യം. അള്ളാഹു ശപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടും. എത്ര പണമുണ്ടെങ്കിലും അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല, നല്ല മരണം ലഭിക്കുകയില്ല, അവരുടെ കുടുംബജീവിതം തകർന്നു പോകും. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ?
അതോടൊപ്പം തന്നെ ഖബറിലും അവർക്ക് വലിയ ഭീകരമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. നാളെ പാരത്രിക ലോകത്ത് സ്വർഗം ലഭിക്കണമെങ്കിൽ വലിയ പാടായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇത്തരം സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയോ അതിന് കഴിയുന്നില്ല എങ്കിൽ അവരിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.